സമരത്തിലെ ചെളിവെള്ളത്തെപ്പറ്റി ശാസ്ത്രീയമായി നമുക്കൊന്ന് പഠിച്ചാലോ? കാണുക, ആസ്വദിക്കുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഫോളോയും ചെയ്യുക. സമരത്തിലേക്ക് ചെളിവെള്ളം അയച്ചു എന്ന് പറഞ്ഞിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഒരു ആരോപണം ഇട്ടിട്ടുണ്ട്. ആ ആരോപണം ഒന്ന് കാണുക, എന്നിട്ട് എനിക്ക് ഇച്ചിരി പറയാനുണ്ട്. അതിനു മുമ്പ് ആരോപണം ഒന്ന് കാണാം, കേട്ടോളൂ. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത് രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ചീറ്റിയത്. ഇത് തീർത്തും കലക്കവെള്ളമാണ്. ഇത് കലക്കവെള്ളമാണ്. ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. കലക്കവെള്ളം ആരാടാ സമരത്തിൽ ഉപയോഗിച്ചേ? പകർച്ചവ്യാധി പടരുന്ന സമയമാണ്. കലക്കവെള്ളം, ആ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികേടാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, ആ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികേടാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നേരത്തെയൊക്കെ പിന്നെ മിനറൽ വാട്ടറാണ് സമരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് പോട്ടെ. എന്നാ അയ്യോ, വേറൊരു വീഡിയോ നിങ്ങളെ കാണിക്കാനുണ്ട്, കണ്ടോളൂ. എടാ മോനെ, ഞാൻ ഓർക്കുകയും ചെയ്ത് എങ്ങനെയാണ് ഈ മറ്റേ ചീറ്റും വെള്ളം ഇങ്ങനെ ചീറ്റുമ്പോൾ നമുക്ക് മഴവെള്ളം ഇങ്ങനെ പിടിച്ചാൽ പോലും നമ്മുടെ കൈ കയറത്തില്ല. അപ്പോൾ ഈ വെള്ളം ഈ ഭയങ്കര സ്പീഡിലല്ലേ ഈ ചീറ്റുന്നത്. ജലപീരങ്കി ആണെങ്കിൽ ഇതെങ്ങനെയാണ് ഇങ്ങനെ കൈ പിടിച്ച് നിർത്തിയെന്ന് ഞാൻ ആലോചിച്ചു. ആ മാജിക്ക് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കുപ്പിയിലോട്ട് ഒഴിക്കുന്ന ആ ഒരു മാജിക്ക് എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ആലോചിച്ചു, ഈ ഒരു ആർട്ട് നമുക്കറിയാത്ത ആർട്ടാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പഠിക്കണമല്ലോ. അപ്പോൾ അവരെ ബന്ധപ്പെടാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഞാൻ VS ജോയിയുടെ ഒരു വീഡിയോ കാണുന്നത്. ആ വീഡിയോ ആണ് നിങ്ങളെ കേൾപ്പിക്കാം. VS ജോയി പറയുന്നൊന്ന് കേട്ടെ. ഇന്നലെ ഈ സഭയിൽ കലക്കവെള്ളത്തിന്റെ ഒരു കുപ്പിയുമായി പ്രതിപക്ഷ നേതാവ് വന്നു. ഞങ്ങളൊക്കെ ജലപീരങ്കിയുടെ മുമ്പിൽ ഒരുപാട് സമരം ചെയ്തവരാ. എങ്ങനെയാണ് ജലപീരങ്കി അടിക്കുമ്പോ ഈ വെള്ളം കുപ്പിയിൽ കരുതി വെക്കാൻ കഴിയുക ഞങ്ങളൊക്കെ ധരിച്ചാണ്. ഞങ്ങളൊക്കെ ചോദ്യം ഉന്നയിച്ചാണ്. ഇന്നിപ്പോ മെട്രോ മനോരമയിൽ ഇതാ ചിത്രം സഹിതം ഒരു വാർത്ത വന്നിരിക്കുകയാണ്. മെട്രോ വാർത്തയിൽ ആ ജലപീരങ്കി അടിച്ച വെള്ളം റോട്ടിൽ തളം കെട്ടി നിൽക്കുക. ആ തളം കെട്ടി നിൽക്കുന്ന വെള്ളം AIYFന്റെ പ്രവർത്തകർ കുപ്പിയിൽ കോരിയെടുക്കുക. റോട്ടിൽ നിന്ന് വെള്ളം, കലക്കവെള്ളം കോരിയെടുത്ത് അത് കുപ്പിയിലാക്കി കൊണ്ടുവന്ന് ഇതാ ചിത്രം സഹിതമാണ്. റോട്ടിലെ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവരിക. മോനെ, വഴിയിന്ന് കലക്കവെള്ളം കുപ്പിയിൽ ഒഴിച്ചിട്ടാണ് സഭയെ കൊണ്ടുവന്നത്. ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ ഒഴിച്ച വെള്ളം നല്ലതാണെന്നൊക്കെ. പൊതുവേ ഈ ജലപീരങ്കിലൊക്കെ മിനറൽ വാട്ടർ ഉണ്ടെങ്കിൽ ഇത്രയും ഒഴിക്കാൻ പറ്റില്ല. നേരത്തെ സമരത്ത് ഒഴിച്ച് വല്ല തോട്ടിലെ വെള്ളമായിരിക്കും, ഇപ്പോഴും വല്ല തോട്ടിലെ വെള്ളമായിരിക്കും കേട്ടോ. ഞാനിതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. പക്ഷേ നിയമസഭയെ കൊണ്ടുവന്ന വെള്ളം ജലപീരങ്കിന്ന് മറ്റേ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചതല്ല. പിന്നെ എങ്ങനെ പിടിച്ചതാ? ഇങ്ങനെ കോരിയെടുത്തോണ്ട് വന്ന വെള്ളമാണ്. അപ്പോൾ അങ്ങനെ നിയമസഭയെ വന്നിട്ട് ആ പണി കാണിക്കരുതായിരുന്നു. വേണമെങ്കിൽ പറയായിരുന്നു ചെളിവെള്ളമാണെന്ന്. ഷട്ടയിലൊക്കെ ചെളി പറ്റുമല്ലോ അടിക്കുന്നത്. ആ ഷട്ട് കൊണ്ടുവന്നിരുന്നത് ഓക്കെ ആയിരുന്നു. പക്ഷേ നിയമസഭയിലേക്ക് റോഡിലെ വെള്ളം എടുത്തു കൊണ്ടുവരുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അതും ചെയ്യുന്നത് ആരാ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പം ബേസിക്കലി ഈ സംഭവമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് ജലപീരങ്കിയിൽ നിന്ന് വന്ന വെള്ളം അല്ല കൊണ്ടുവന്നത്, റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വെള്ളമാണ് കൊണ്ടുവന്നത്. ആ റോഡിൽ നിന്ന് എടുത്ത ചേട്ടനോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ചേട്ടൻ സൂക്ഷിക്കുക. കാരണം ഒരുപാട് പേര് തുപ്പുകയും ഒക്കെ ചെയ്യുന്ന വഴിയിൽ നിന്നാണ് ചേട്ടൻ കയ്യിൽ നിന്ന് വെള്ളം എടുത്ത്, അല്ലെങ്കിൽ എലി മുള്ളുന്ന വഴിയാണ്. അപ്പോൾ ആ ചേട്ടൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ പകർച്ചവ്യാധി പടരുന്ന കാലമല്ലേ. അപ്പം പകർച്ചവ്യാധി പടരാതിരിക്കും.